പിന്നെ ഇത് ആ വീട്ടിൽ തേങ്ങ കണ്ട നമുക്കെടുത്തല്ലേ അവിടെ നല്ല ഉഗ്ര പട്ടിയുണ്ടല്ലേ. ആണോ? ഇതിനൊക്കെ ബെസ്റ്റ് ആരാന്നറിയാമോ? നമ്മുടെ മുട്ടയില്ലേ, അവൻ ചുമ്മാ ചോട്. അവൻ വരട്ടെ, അവൻ വന്നാലുണ്ടല്ലോ ഇതെല്ലാം അടിച്ചു മാറ്റിക്കോളും. പിന്നെ അവൻ പുതിയ സൈക്കിളൊക്കെ എടുത്തെന്ന് അറിഞ്ഞടാ. ഭയങ്കര ഷോ ആണ്. ഇപ്പോഴിങ്ങോട്ടൊന്നും വരുത്തൊന്നും വരും. അവൻ പുതിയ സൈക്കിൾ എടുത്തിട്ടുണ്ട്. 10-20,000 രൂപയുടെ സൈക്കിൾ എടുത്തിരിക്കുന്നത്. സൂപ്പറാന്ന് പറയുന്ന കേട്ട്. ആണോ? ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ചവിട്ടാൻ പറ്റിയിരുന്നെങ്കിൽ. ഹലോ. ആ പറയടാ. എവിടെയാടാ നീ? ആ ഞാനിവിടെ ഉണ്ടോ, അടുത്തുണ്ടോ. നീ പുതിയ സൈക്കിളൊക്കെ എടുത്തെന്ന് അറിഞ്ഞല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ ഞാനങ്ങോട്ട് വരാം. ശരിയെന്ന്. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ഇതാണ് സൈക്കിൾ. 10-20 രൂപയായി. ചവിട്ടാൻ തരുമോ? ചവിട്ടാനൊക്കെ തരാം. ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അറിയാലോ. പിന്നെ ഉറപ്പാണോ? നീ മാറി. ഉറപ്പാണല്ലോ. മേടിച്ചവന്റെ അവൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞും പോയി ചവിട്ടാറിയത്. ഇത് എല്ലാം നശിപ്പിച്ചു കൊണ്ടിരുന്ന അവനാണെങ്കിൽ എന്നെ കൊല്ലും. എന്തെങ്കിലും ചെയ്യാൻ പണ്ടാരം, എനിക്കറിയത്തൊന്നുമില്ല. മൊട്ട നീ ഇങ്ങനെ ഷോ കാണിക്കില്ല. ഒരു സൈക്കിൾ എടുത്തെന്ന് പറഞ്ഞാൽ ചെറുക്കിന് ചവിട്ടാനൊക്കെ അറിയാം. ഭയങ്കര ഷോ. നീ ഗിയർ ഷിഫ്റ്റ് ചെയ്തോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്താലും സീനാ. നിനക്കൊന്നും തോന്നരുത്, ഞാനത് അതുകൊണ്ടാ പറഞ്ഞത്. നീ ഷിഫ്റ്റ് ചെയ്തല്ലേ ചെറുതായിട്ട്. ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് ഗിയർ 1-ലാണ് ഇട്ടിരിക്കുന്ന ഷിഫ്റ്റർ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്ക് ഗിയർ 1, 2, 3 വരെ വരാവുള്ളൂ. ഇനി അത് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ട് ഗിയർ 1-ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ആ ഒരു ഷിഫ്റ്റർ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതേ കണ്ട 2-ലേക്കായി. അതുപോലെ തന്നെ ഇപ്പോൾ 3-ലേക്കായി. അപ്പോൾ 1 ഇടുമ്പോൾ ഇവിടെ 1, 2, 3. ഇവിടെ നമുക്ക് 1-ൽ നിന്ന് 2, 3 വരെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിക്രീസ് ചെയ്യാനായിട്ട് ഈ ഷിഫ്റ്ററാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഫ്രണ്ട് ഗിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് 1, 2, 3. 1-ൽ നിന്ന് 3-ലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഷിഫ്റ്ററാണ്. അത് 1 സെക്കൻഡ് നമ്മളിങ്ങനെ ഒന്ന് ഞെക്കി പിടിക്കണം, എന്നാലേ 2-ലേക്ക് അത് പോകത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ എപ്പോഴും ഇത് ഓർത്താൽ മതി. ഇപ്പോൾ 1-ൽ കിടക്കുന്നത് നമുക്ക് 2-ലേക്ക് ആക്കണമെങ്കിൽ ഇത് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, ഫ്രണ്ട് ഗിയർ എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നത് ഈ വലിയൊരു ക്ലിക്കറാണ്. അപ്പോൾ അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 1 സെക്കൻഡ് കൊണ്ട് പിടിക്കുമ്പോൾ 2-ലേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ഡിക്രീസർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 3-ൽ നിന്ന് ബാക്ക് പോകും, 2, 1 അങ്ങനെ പോകും. ബാക്കിലെ ഗിയർ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് ഇതാണ്, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ താഴത്തെ വലിയത്. അപ്പോൾ 7, 6, 5, 4, 3, 2, 1 അങ്ങനെ വരും. അത് എപ്പോഴും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഫ്രണ്ട് ഗിയർ എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്തുള്ളതാണ് ഫ്രണ്ട് ഗിയർ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഗിയർ ഇതാണ്. ഇപ്പോൾ കിടക്കുന്നത് 1-ാമത്തെ ഗിയറിലാണ്. ഇത് 2-ാമത്തെ ഗിയർ. അതുപോലെ തന്നെ ഇത് 3-ാമത്തെ. ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ കണ്ണിയുള്ളതാണ് ഫസ്റ്റ് ഗിയർ. പിന്നെ സെക്കൻഡ്, തേർഡ്, 4th, 6, 7 അങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഫ്രണ്ടിലെ ഗിയർ 1-ൽ വരുമ്പോൾ എപ്പോഴും ബാക്കിലെ ഗിയർ 1, 2, 3. അതുപോലെ തന്നെ ഫ്രണ്ട് ഗിയർ സെക്കൻഡിലേക്ക് വരുമ്പോൾ ബാക്ക് ഗിയർ 3, 4, 5. അതുപോലെ തന്നെ തേർഡിലേക്ക് ഫ്രണ്ട് ഗിയർ വരുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5, 6, 7. ഇതാണ് അതിൻ്റെ ഒരു ഗിയർ കോമ്പിനേഷൻ. അപ്പോൾ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കയറ്റങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഗിയർ 1-ൽ ഇടുന്നത്. അപ്പോൾ 1-ൽ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1-ലാണ് കിടക്കുന്നത്.
അപ്പോൾ നമ്മൾ ബാക്ക് ഗിയർ വരുമ്പോൾ ആ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 വരണം. ഇവിടെ 1 2 3. ഇവിടെ നമ്മളിപ്പോൾ 1ലാണ് കിടക്കുന്നതെങ്കിൽ അത് 2 3ലേക്ക് ആവാൻ വേണ്ടി ഈ ഫ്രണ്ടിൽ കാണുന്ന ഷിഫ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇൻക്രീസ് ചെയ്യുന്ന ഷിഫ്റ്റർ. അതുപോലെ തന്നെ ഇവിടെ 2 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫ്ലാറ്റ് റോഡുകളിലാണ് 2 യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റോഡിൽ കൂടെ ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഓർഡിനറി യൂസിന് 2 ഗിയർ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഷിഫ്റ്റർ ഞെക്കി കഴിയുമ്പോൾ 2ലേക്കാവും. അതൊരു 1 സെക്കൻഡോളം ഞാൻ ഞെക്കി പിടിക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് ഗിയർ കോമ്പിനേഷൻ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 4 5 അത് ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ആവും ഇവിടുത്തത്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ തേർഡ് ഗിയർ. ഈ തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ഫ്രീ ആയിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് ഈ തേർഡ് ഗിയർ യൂസ് ചെയ്യാം. അല്ലാതെ ഇത് യൂസ് ചെയ്യേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അപ്പോൾ 3 ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ 3ലേക്ക് വരും. അപ്പോൾ നമ്മൾ ബാക്കിലെ ഗിയർ എന്ന് പറയുന്നത് 5 6 7 5 6 7 ആക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ 3യിൽ കിടക്കുന്നത് 1ലേക്ക് വരാനായിട്ട് ഈ ഷിഫ്റ്റർ യൂസ് ചെയ്യും. ഈ ഷിഫ്റ്റർ ഫ്രണ്ടിലത്. ഇവിടെ എന്ന് പറയുമ്പോൾ 7ലാണ് കിടക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഈ ഷിഫ്റ്റർ ഞെക്കണം. നേരെ ഓപ്പോസിറ്റ് തന്നെ. ഇത്രേ ഉള്ള കാര്യം. എടാ സനോജ, പിന്നെ നീ ഇപ്പോൾ ഗിയർ തെറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ജോക്കി വീൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ തന്നെ ചെയിനും ഡിറൈലറും ഒക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ചെയിന് തേയ്മാനം വരും. അപ്പോൾ ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള ഗിയർ യൂസ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് കോമ്പിനേഷനിൽ തന്നെ ഗിയർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗിയറും ചെയിനും ഒക്കെ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും. ചെയിൻ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും കറക്റ്റായിട്ട് കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അറിയാം, ഇപ്പോൾ മനസ്സിലായല്ലോ നിനക്ക് എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നീ എപ്പോൾ സൈക്കിൾ കിട്ടിയാലും ഇതുപോലെ ചെയ്യാവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ക്ലച്ച് പിടിക്കുമ്പോൾ ഗിയർ ഇടണം. ക്ലച്ച് ഇല്ല അളിയാ സൈക്കിളിന്. പോടാ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളൊരു സ്റ്റോറി ബേസ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ സൈഡിൽ ആ ബെല്ലൈക്കൺ നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ, ഒന്നും കൂടെ ലൗഡ് സ്പോർ ഒന്നും കൂടെ ലൗഡ് സ്പോർ. തെറ്റല്ലേ എടാ? അതെ, ഇപ്പം മനസ്സിലായല്ലോ ഗിയർ കറക്റ്റായിട്ട് ഷിഫ്റ്റ് കാണുന്നില്ല. ഒന്നുകൂടെ ഞാനാ ഡയലോഗ് വിട്ടതാണ്. ഒരു ചിരിപ്പിക്കില്ലേ നീ?